ഹലോ ഗൈസ്, നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മോഹൻലാലിന്റെ പുതിയ സിനിമ നേരിന്റെ വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നേരെന്ന് പറയുന്നത് ജിത്തു ജോസഫിന്റെ സിനിമയാണ്. അപ്പോൾ സിനിമാറ്റോഗ്രാഫർ സതീഷ് കുറുപ്പാണ്. സ്റ്റോറി ചെയ്തിരിക്കുന്നത് ശാന്തി മായാദേവിയും ജിത്തു ജോസഫും കൂടിയിട്ടാണ്. ആശീർവാദ് സിനിമാസാണ് ഇതിന്റെ നിർമ്മാണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പടം മോഹൻലാലിന്റെ കുറേ കാലങ്ങൾക്കും ശേഷം ഇറങ്ങുന്ന ഒരു കോർട്ട് ഡ്രാമയാണ് ഈ സിനിമ. ഇതിൽ തുടക്കം തന്നെ നമ്മളെ കാണിക്കുന്നത് രംഗം എന്ന് പറയുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. ഒരു അതിജീവിതയുടെ ഒരു കഥയാണ്. ഇപ്പോൾ ഈ സിനിമയിൽ മോഹൻലാൽ, ജഗദീഷ്, അൻഷുരാജൻ, ഗണേഷ് കുമാർ, സിദ്ദിഖ്, പ്രിയമണി മുതലായവരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. ഒരു കോടതി വരാന്തയിൽ നടക്കുന്ന കാര്യങ്ങളായിട്ടാണ് ബന്ധപ്പെട്ടാണ് കഥ തുടങ്ങുന്നത്. തുടക്കം തന്നെ ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമ്മളൊരു പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. നമ്മുടെ ദൃശ്യം മോഡൽ പോലെ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു അതിജീവിതയുടെ കഥയാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് പറയുന്നത് ഒന്ന് അൻഷുരാജനാണ്. ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട്. അതാണ് ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് അതിജീവിതയുടെ കഥാപാത്രം ചെയ്തിരിക്കുന്നത് അൻഷുരാജനാണ്. അതേപോലെ തന്നെ സിനിമയുടെ ഒരു നാടിയായി തന്നെ നമ്മുടെ മലയാളത്തിലെ പ്രിയ നടൻ മോഹൻലാലുണ്ട്. പിന്നെ സിദ്ദിഖും വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ബാക്കി അതേപോലെ ജഗദീഷും ഒരു പരിധി വരെ നല്ല രീതിയിൽ ഈ സിനിമയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു ഫസ്റ്റ് ഹാഫ് വരുമ്പോൾ തന്നെ ഈ വളരെ ആളുകൾക്കൊക്കെ പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കഥയായിട്ട് കൂടി എന്തോ ചില സ്ഥലത്ത് വളരെ അതിനാടകീയത ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇമോഷണലി ഈ സിനിമയായിട്ട് നമുക്കൊരു കണക്ഷൻ വരാത്തൊരു ചാൻസ്, അതായത് അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ഫസ്റ്റ് ഹാഫിൽ തുടക്കത്തിൽ ഫീൽ ചെയ്തത്. പക്ഷെ സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും മോഹൻലാലിന്റെ അത്യുഗ്രമായ പെർഫോമൻസിൽ അതിനെ കവർ ചെയ്യുന്നുണ്ട്. പിന്നീട് നല്ല രീതിയിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിലേക്ക് സിനിമയെ വഴിതിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടു, എല്ലാവരും പോയി കാണുക. നിങ്ങൾക്ക് സിനിമയുടെ അഭിപ്രായങ്ങൾ പറയാം. എനിക്ക് ഈ സിനിമയിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് നോർമലി കണ്ടുവരുന്ന അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോറി എലമെന്റ് ആണ് ഇതിലുള്ളത്. പക്ഷേ എല്ലാവർക്കും ഇതേപോലെയുള്ള അതിജീവിതയുടെ കഥയാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ വലിയൊരു ആകാംക്ഷയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ആകാംക്ഷ എത്രമാത്രം പ്രേക്ഷകരെ ആ സ്ക്രീനിലേക്ക് പിടിച്ചിരുത്താൻ പറ്റിയെന്നുള്ളതിൽ എനിക്കൊരു സംശയമുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്ക് അത്ര വലിയ ഇമോഷണലി കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു നോർമൽ ഇത്തരം ജനറിൽ വരുന്ന ഒരു നോർമൽ സിനിമയായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഒരു ജിത്തു ജോസഫ് ഫിലിം എന്ന് പറയുന്ന പോലെ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട ദൃശ്യമോ അതേപോലെ തന്നെ ട്വൽത്ത് മാൻ വരെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. അത്ര പോലെ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എൻ്റെ പ്രതീക്ഷയ്ക്ക് ഒത്ത ഒരു പ്രകടനം എന്ന് അല്ലെങ്കിൽ അത്തരം നീതി പുലർത്തുന്ന തരത്തിലുള്ള ഒരു സിനിമ എന്ന് എനിക്ക് ഈ സിനിമയെ വിളിക്കാൻ പറ്റില്ല. പക്ഷേ ബാക്കി ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ല രീതിയിലായിരുന്നു. സെക്കൻഡ് ഹാഫിലാണ് മെയിൻലി ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ല രീതിയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അതേപോലെ കോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന രംഗം അൻഷുരാജിനെ എടുത്തു പറയാൻ വേണം. കാരണം അൻഷുരാജ് ഒരു സ്ക്രിപ്റ്റ് ആർട്ടിസ്റ്റും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതും അതേപോലെ ആ കോർട്ട് ഡ്രാമയും കോർട്ടിലുള്ള രംഗങ്ങൾ ഒരുപാട് വലിച്ചു നീട്ടി കുറച്ച് ഇതിന് വിരസത ഉണ്ടാക്കി എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. കാരണം ഇത്രയും സിനിമകൾ ഇത്രയധികം കോർട്ടിൻ്റെ എല്ലാ A to Z കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു എന്താ പറയുക മടുപ്പിക്കുന്ന രംഗങ്ങൾ വരെ ആയി. കാരണം ആൾക്കാർ ഒരു ഫ്ലോ അത്തരം ഒരു ആകാംക്ഷ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ഈ പ്രേക്ഷകരിലേക്ക് എനിക്ക് ഫീൽ ചെയ്തില്ല. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സ് ചെയ്താൽ. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ സിനിമയെ ഒരു ആവറേജ് നിലവാരത്തിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത ഉയർന്ന ഒരു പ്രകടനം എന്ന് പറയാൻ പറ്റും. പക്ഷെ എന്നാലും അൻഷുരാജിനും അതേപോലെ മോഹൻലാലും സിദ്ദിഖും വളരെ നല്ല രീതിയിൽ ഈ സിനിമയെ പെർഫോം ചെയ്തിട്ട് ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് ചെയ്യുക. ഓക്കെ, ബൈ.